ഹായ് പ്രിയപ്പെട്ട മച്ചാന്മാരെ, ഞാനേ ഇപ്പം ഞങ്ങൾ ഇന്ന് CCTVയുടെ വർക്കുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പത്തനാട്, കോട്ടയം ജില്ലയിലെ പത്തനാട് ഇന്ന് ഞങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈറ്റിൽ. അപ്പം ഞാൻ അവിടെ തൊട്ട് മുന്നോട്ട് പോരുന്ന നമുക്ക് അവിടെ കങ്ങര മുസ്ലിം ഹൈസ്കൂളുണ്ട്, അവിടെ പള്ളിയുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അത് കാരമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഓർക്കും, ഓ ബോർഡൊക്കെ എന്തൊരു ഇതൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകരൊന്നും വിലയിരുത്തുക. കാരമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മ സ്റ്റോഴ്സ് എന്നും പറഞ്ഞൊരു കടയുണ്ട്. അമ്മ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലചരക്ക് സാധനം, സ്റ്റേഷനറി സാധനം എല്ലാം ഉണ്ട്. അതിലുപരി നമുക്ക് ലോകം ഇന്ന് കാണേണ്ടതാണ്. കാരണം അറിയാം, ഒന്നുമല്ല, നമ്മൾ പൊതുവേ ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഏത് രീതിയിൽ കൊടുക്കണമെന്ന് ഒരു കുറഞ്ഞതെങ്കിലും ഏതാണ്ട് 10-30 വർഷം അമ്മച്ചി പറയുന്നത്, നിങ്ങളത് അമ്മച്ചി പറയുന്ന ഫോട്ടോ കാണിക്കരുതെന്നൊക്കെ പറയുന്നത്, എങ്കിൽ പോലും എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അറിയാം, 35 വർഷമായിട്ട് ഒരു ചായ ഇതിനോട് ചേർന്ന്, ഈ കടയോട് ചേർന്ന് ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഐറ്റത്തിനും 12 രൂപയാണ്. പൊറോട്ടയ്ക്ക് 12, അതുപോലെ തന്നെ ചെറുകടിക്കെല്ലാം 12. നിങ്ങൾ ആ ചെറുകടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രേക്ഷകരെ ഞാൻ ആളെ കാണിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ അതുപോലെ ആളാണ് വരുന്നത്. പുറത്തുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ പലഹാരങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നവരാണ്. കാരണം ഇതൊന്ന് കഴിച്ചാൽ, അത് ഒന്ന് കഴിക്കാൻ മാത്രം 3-4 പേര് കൂടി വേണം ഒന്ന് കഴിക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു കണ്ടോ, ഒരു ഉഴുന്നോടെയാണിത്. ഇതിപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നതല്ല. ഇതിനൊക്കെ നമ്മൾ സാധാരണ മേടിക്കുന്നതിൽ ഒരു 3 ഇരട്ടിയുണ്ട് ഒരു ഉഴുന്നോട. ഇതിനാണ് 12 രൂപ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബോണ്ട, ഇത് കണ്ടോ, ബോണ്ടയുടെ വലിപ്പമാണ്. ഈ ബോണ്ടയിലുള്ള ചേരുവയെന്ന് പറഞ്ഞാൽ ഈ ബോണ്ട ഒരു ഔഷധമാണ്. കാരണം അതിനൊക്കെ അതുപോലുള്ള സാധനമാണ് ഇതിനകത്ത്. നമ്മുടെ മറ്റുള്ള സ്ഥാപനങ്ങൾ, വേറെ സ്ഥാപനങ്ങളും ഹോട്ടലുകളിലും ബേക്കറികളിലും കഴിക്കുന്ന അതുപോലുള്ള ചേരുവയല്ല ഇതിന്. ഞാൻ ആ ചേരുവകൾ നിങ്ങളോട് ഇപ്പം പറയാം. അതായത് വീഡിയോ എടുക്കരുത്, ദയവായിട്ട് ഞങ്ങളെ കാണിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കുന്നതുകൊണ്ട്. ഇതിനകത്ത് ചേരുവയെന്ന് പറയുമ്പം തേങ്ങയുണ്ട്, ഏലക്ക ഉണ്ട്, കടലയുണ്ട്, ജീരകമുണ്ട്, പിന്നെ ഗോതമ്പുണ്ട്, പിന്നെ ചെറുപഴമുണ്ട്, പാളയമുണ്ട്, ഏത്തക്കായുണ്ട്. ഇപ്പം ഞാൻ വെള്ളിയാഴ്ച ദിവസം എല്ലാ പലഹാരവും ഉണ്ട് അല്ലേ? എല്ലാ പലഹാരവും വെള്ളിയാഴ്ച ഇതേ വലിപ്പം തന്നെയൊക്കെ കാണും. ഈ എല്ലാ പലഹാരം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് പറഞ്ഞ് ആ കണ്ടോ, ഫോട്ടോ കാണിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ബോണ്ട ഉണ്ട്, പരിപ്പുവടയുണ്ട്, സുഖിയനുണ്ട്, ഉള്ളിവടയുണ്ട്. എല്ലാ ഐറ്റങ്ങളും വെള്ളിയാഴ്ച ലഭ്യമാണ്. ഇവിടെ ഇഷ്ടംപോലെ പാഴ്സൽ ഇഷ്ടംപോലെ പോകാം. ഏറ്റവും കൂടുതൽ അത് ഓട്ടോറിക്ഷ ഇപ്പോൾ തൊഴിലാളികളും മറ്റുള്ള വാഹനത്തിലൊക്കെ വരുന്നവർ ഈ 2 പേര് കൂടിയാണ് ബോണ്ട കഴിക്കുന്നത് കേട്ടോ. അതുകൂടെ ചിന്തിക്കണം. അതുപോലെ ഞാൻ ഇന്നിപ്പോൾ കഴിച്ചിട്ട് എനിക്ക് പകുതിയെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ബോണ്ട ഏറ്റവും നല്ല ടേസ്റ്റാണ് ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ട ഒന്ന് കഴിക്കണ്ടേ. ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ വന്നാൽ ചെറുകടി ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കയറുന്നതാണ്. അപ്പോൾ ഒരു ബോണ്ട കണ്ടപ്പോൾ ഞങ്ങൾക്ക് 3 പേർ കൂടിയാൽ സുഖമായിട്ടൊരു ബോണ്ട കഴിക്കാൻ പറ്റുള്ളൂ, അതേ വലിപ്പം. അപ്പോൾ ഈ റൂട്ടിൽ വരുന്നവർ നിങ്ങളൊരു കാര്യം ചെയ്യുക. അവർ തന്നെ പറയുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് കയറുക. ഞാൻ പറയുന്ന ഹുസൈൻ, അതായത് ഈ വീഡിയോ ഉടനടി വാർത്ത പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാം. പത്തനാട് വരുമ്പം കാനൻ റോഡല്ലേ, കാനൻ റോഡിൽ കാരമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടത് സൈഡിൽ വലിയ ഭംഗിയൊന്നും, നിങ്ങൾ വലിയ ആധുനിക ഭാഷയൊന്നുമില്ല, അമ്മ സ്റ്റോഴ്സ് എന്നും പറഞ്ഞ കടയുണ്ട്. നിങ്ങൾ കാണുക, അവിടെ വന്ന് ചെറുകടി വാങ്ങുക, പാഴ്സൽ മേടിക്കുക. ഒരു തവണ നിങ്ങൾ വാങ്ങിച്ചോ, തീർച്ചയായിട്ടും അടുത്ത തവണ ഇവിടെ അറിയാതെ വണ്ടി കൊണ്ട് ചവിട്ടും. അത് യാതൊരു സംശയമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.